മോളെ നൂറ. അമ്മയാ? അമ്മ ഒറ്റയ്ക്കാണോ വന്നത്? വീട്ടിലെല്ലാവർക്കും സുഖമാണോ? വാ അകത്ത് കയറിയിരി. അമ്മ ഇരിക്കും, ഞാൻ പോയി ചായ ഇട്ടോണ്ട് വരാം. അയ്യോ, നീ ചായ ഒന്നും ഇപ്പൊ ഇടണ്ട, എനിക്ക് നിന്നെ കണ്ടോളാൻ വയ്യായിരുന്നു. നീ ഇവിടെ വന്നിരിക്കേ. വേറെ ആരും ഇല്ലേ? ഇല്ല, അമ്മയും അച്ഛനും കൂടെ പുറത്തുപോയി. എന്ത് പറ്റി പെട്ടെന്ന് ഓടിയൊക്കെ വന്ന്? മോളെ, അമ്മ ഒരു കാര്യം പറയാം. മോളെ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമേ ആയിട്ടുള്ളു. ഇനി അവര് പന്ത് തട്ടുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് നിന്നെ തട്ടും. അവരിനി ഓരോ ജോലികൾ നിന്നെ കൊണ്ട് എടുപ്പിക്കാൻ നോക്കും, അടുക്കളപ്പണികളെ. അപ്പൊ അതൊന്നും നീ കേക്കരുത് മോളെ. നിന്റെ അമ്മാവിയമ്മയെ കണ്ടാലേ അറിയാം അവരൊരു ഷിമിട്ടിയാണെന്ന്. ഇനി എല്ലാം എന്റെ മോളെ കയ്യിലിരിക്കുക. അവനൊരു പാവമാണേ, അവനതിന്റെ കൈക്കുള്ളിലാക്കണം. ഓ എന്റെ ദൈവമേ, എന്റെ മോളെ കാത്തോളണേ. അമ്മ ഇത് നോക്കൂ, ഞാൻ കൊച്ചു കുട്ടിയൊന്നുമില്ല. എന്റെ കുടുംബത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയാം. ഒരു വഴക്കും തനിയെ ഉണ്ടാവത്തില്ല. അമ്മയെ പോലുള്ളവർ മക്കളുടെ നന്മയ്ക്കെന്ന് പറഞ്ഞ് ഓരോ വിഷം കുത്തി വെച്ചിട്ട് അങ്ങ് പോകും. അമ്മയ്ക്ക് വിഷമമൊന്നും ഉണ്ടാവരുത്. എന്നെ കാണാൻ വന്നാൽ എന്നെ കണ്ടിട്ട് പോകണം, അല്ലാതെ ഇവിടുത്തെ കുറ്റവും കുറവൊന്നും കണ്ടുപിടിക്കാൻ നോക്കണ്ട. അമ്മ എന്തായാലും ഇരിക്കും, ഞാൻ പോയി ചായ ഇട്ടോണ്ട് വരാം. അയ്യോ മോളെ, ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത്. അമ്മ പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലായി. അമ്മ ഇവിടെ ഇരി, ഞാൻ പോയി സ്ട്രോങ് ചായ ഇട്ടോണ്ട് വരാം.